വന്ദേ മാതരം. രാജ്യസ്നേഹമോ ദേശസ്നേഹമോ ലക്ഷ്മി സ്നേഹമോ സരസ്വതി ക്ഷേമമോ ഒന്നുമല്ലെന്ന് നമുക്കറിയാം. കാരണം ചരിത്രം നമുക്ക് അതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രാജ്യത്തെയും സൈന്യത്തെയും ഉറ്റുകൊടുക്കുന്നവരും ക്ഷേത്രത്തെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്നവരുമായ കേവലം രാഷ്ട്രീയ ഭിക്ഷാംദേഹികൾ മാത്രമാണവർ. തിയേറ്ററുകളിലും പാടത്തും വരമ്പത്തും പണിയെടുക്കുന്നവരും ഉറങ്ങുന്നവരും ഒക്കെ പോകുന്നവരുമെല്ലാം ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്താൽ ദേശസ്നേഹം ഉണ്ടാകും എന്ന് കരുതുന്നതും മൗഢ്യമാണ്. ഇതിനെ എതിർക്കുന്നവരുടെ ഒരു നീണ്ട നിര സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് അവർ ഉന്നമിടുന്നത് മുസ്ലിം വിശ്വാസ സമൂഹത്തെയാണ്. ശത്രുപക്ഷത്ത് പ്രത്യക്ഷത്തിൽ നിൽക്കപ്പെടുക മുസ്ലിം സമുദായമാണ്. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. മുമ്പൊരിക്കൽ ക്രിസ്തീയ വിശ്വാസികളിൽപ്പെട്ട യഹോവ സാക്ഷികൾ, അതിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇത്തരം അടിച്ചേൽപ്പിക്കലിനെതിരെ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നതായി നാം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ വർത്തമാനകാലത്ത് എന്നാൽ ഇതിനൊന്നും യാതൊരു സ്കോപ്പുമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. എനിക്ക് തോന്നുന്നത് ഭരണകൂട സംഹിതകൾ അടിച്ചേൽപ്പിക്കുന്ന ഏതൊരു ഗീതവും ഒരു വിശ്വാസിയുടെയും ഒരു വിശ്വാസത്തിനും യാതൊരു കോട്ടവും ഏൽപ്പിക്കാൻ പോകുന്നതല്ല എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലും ഉള്ളതാണ്. ഭാരത മണ്ണിൽ ശിരസ് നമിച്ച് നെറ്റിയമർത്തി പ്രാർത്ഥിക്കുന്ന മുസൽമാൻ എന്ത് വിശ്വാസ അങ്കലാപ്പ്. ഒരു ചെറിയ ചരിത്ര സംഭവം ഞാൻ പറയാം. പ്രവാചകൻ്റെ കാലത്ത് മക്കയിലുണ്ടായിരുന്ന എതിർപക്ഷത്തെ ഗോത്രത്തലവൻ പ്രവാചകൻ്റെ പേര് ദൈവദൂതനായ പ്രവാചകൻ എന്നത് കണ്ട് അത് മാറ്റി താങ്കൾ വെറും മുഹമ്മദ് എന്ന് എഴുതിക്കൊണ്ടുവന്നാൽ താങ്കളെ പ്രവേശിപ്പിക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൽപ്പന. പ്രവാചകന് യാതൊരു സങ്കോചവും കൂടാതെ അത് അംഗീകരിക്കുകയും നയതന്ത്രപരമായ ഒരു തീരുമാനത്തിലൂടെയായിരുന്നു അന്ന് ആ സമാധാന ഉടമ്പടിക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞതും ആ രാജ്യത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞതും. ഇത്തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഭരണകൂടം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കൊണ്ട് അവരുടെ വിശ്വാസത്തിന് കോട്ടം വരില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. രാഷ്ട്രസ്നേഹമോ ലക്ഷ്മി സ്നേഹമോ ഒന്നുമില്ലാത്ത കേവലം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നിലനിർത്തുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന മാത്രം ലക്ഷ്യം നിർത്തിയുള്ള ഈ പരിപാടി അവർ തുടങ്ങുമ്പോൾ ഒരു 10 പ്രാവശ്യം വന്ദേമാതരം അങ്ങോട്ട് ചൊല്ലി അവരെ കേൾപ്പിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുകയേ വഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ